അങ്ങനെ ഇന്ന് പുല്ലരിയാൻ പോയപ്പോൾ മനോഹരമായിട്ടൊരു കാഴ്ച കേട്ടോ. തൊട്ടടുത്തായിട്ട് നമ്മൾ കുതിരേനെ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയേക്കുവാണേ. അപ്പോൾ അത് എല്ലാം പുല്ലൊക്കെ തിന്നിട്ട് ഇത് ഉണ്ടോ. ഇത് അപ്പു അച്ചു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പുല്ലരിയാൻ വന്നിരിക്കുന്നതാണ് രണ്ടുപേരും പശുവിനെ പുല്ലരിയാനായിട്ട്. ഇത് കണ്ടോ, അതിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് അത് വട്ട റൗണ്ട് അടിച്ച് തിന്നിരിക്കുവാണേ. പക്ഷെ അതിന് പരിചയമൊന്നുമില്ല കേട്ടോ. കുട്ടികൾ തൊട്ടിട്ട് അത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, മനുഷ്യരെ പോലെ ഒന്നുമല്ല, മൃഗങ്ങൾ എത്ര സ്നേഹമുള്ള നിങ്ങളാണെന്ന് ഓർത്ത് നോക്കിയേ. ആദ്യമായിട്ട് കുട്ടികളെ കാണുകയാണ്. അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. പിടിച്ച് വലിക്കാതെ നോക്കോ, കണ്ടോ അവർ കെട്ടിയിരിക്കുന്നതിൻ്റെ അവിടത്തെയൊക്കെ തിന്ന് തീർത്ത്. രണ്ടാൾക്കും ഒരു പേടിയില്ല കേട്ടോ. അതാ അപ്പു ഇങ്ങോട്ട് നോക്ക്, അച്ചു ഇങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറ എല്ലാവർക്കും. അപ്പോൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ, അച്ചു ഉണ്ട് അപ്പു ഉണ്ട്. അപ്പോൾ അവർ കുതിരേനെ എടുത്ത് വന്നു. കുതിരേനെയൊക്കെ തൊട്ട് നോക്കി ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുവാണ്. ബാടാ ബാ 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 ബാ. മൃഗങ്ങളെ എപ്പോഴും നമ്മൾ സ്നേഹിക്കും പോലെ മനുഷ്യരെ പോലെ ഒന്നുമല്ല. മനുഷ്യന്മാരെങ്ങനെയാണെന്നറിയാവോ, നല്ലത് എന്ത് സാധനത്തിനെ കണ്ടാലും അതിനെ ഉപദ്രവിക്കും. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല, നല്ല സ്നേഹമുള്ളതായിരിക്കും. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് കണ്ടോ, ഫുള്ളായിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, അപ്പു അതിന് തോണ്ടിക്കൊണ്ടിരിക്കുവാണേ. കണ്ടോ, ഇതാണ്, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ. ഇത് അപ്പു ഉണ്ട് കേട്ടോ, കുഞ്ഞപ്പൂ. പുല്ലരിയാൻ തന്നെ പോണ്ടാന്ന് വെച്ചിട്ട് രണ്ടുപേരും കൂടെ വന്നാണ് കേട്ടോ. എന്തായാലും പാവം നിന്നിരുത്ത പുല്ലൊക്കെ തിന്നു. അപ്പോൾ ഇത്തിരി പുല്ലും കൂടെ കൊടുത്തിട്ട് പോകട്ടോ നമുക്ക്. ഇതാ അത് നിന്ന റൗണ്ടിൽ ഇങ്ങനെ പുല്ല് തിന്നിരിക്കുന്നുണ്ടോ. ബാക്കിയുള്ളിടത്തൊക്കെ പുല്ലുണ്ടേ. ഇതാണ് തിന്ന് കെട്ടിയിരിക്കുന്ന സ്ഥലത്തിലെ പുല്ല് അങ്ങനെ തിന്നിരിക്കുകയാണ് കേട്ടോ. ശരി, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.